Assalamu alaikum. Welcome to our next class, secondary growth. Growth എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെങ്ത് വൈസ് ആയിട്ടുള്ള ഡെവലപ്മെന്റ്. അത് എപ്പിക്കൽ റീജിയൻ, എപ്പിക്കൽ മെരിസ്റ്റമാറ്റിക് സെൽസിന്റെ സഹായത്തോടെ ഒരു പ്ലാന്റിന്റെ ലെങ്ത് ആയിട്ടുള്ള ഡെവലപ്മെന്റ്, ഷൂട്ട് ടിപ്പാവാം, റൂട്ട് ടിപ്പാവാം, ഇതിന് ലെങ്ത് ആയിട്ടുള്ള ഡെവലപ്മെന്റ് ആണ് എന്ത് ഗ്രോത്ത്. സെക്കൻഡറി ഗ്രോത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ഇൻക്രീസ് ഇൻ ദ ഗർത്ത്, അല്ലെങ്കിൽ അതിൻ്റെ വെടുത്ത് കൂടുന്നതിന് അത് എന്തിൻ്റെ സഹായത്തോടെ, ലാറ്ററൽ മെരിസ്റ്റമത്തിൻ്റെ സഹായത്തോടെയാണ്. അത് എങ്ങനെയുണ്ടാവുന്നത്? സെക്കൻഡറി ഗ്രോത്ത് മുഖേനയാണ്. സെക്കൻഡറി ഗ്രോത്ത് വാസ്കുലർ ക്യാമ്പ്യത്തിൽ അകത്ത് വെച്ചുള്ള ക്യാമ്പ്യത്തിൻ്റെ സഹായം, വാസ്കുലർ ബണ്ടിൽസിൻ്റെ അകത്തുള്ള ക്യാമ്പ്യത്തിൻ്റെ സഹായത്തോടെയാണെങ്കിൽ അതിന് പറയുന്ന പേരാണ് സ്റ്റീലാർ സെക്കൻഡറി ഗ്രോത്ത്. എന്നാൽ കോർക്ക് ക്യാമ്പ്യത്തിലൂടെയാണ് ആ സെക്കൻഡറി ഗ്രോത്ത് ഡെവലപ്മെന്റ് നടക്കുന്നതെങ്കിൽ അതിന് പറയുന്ന പേരാണ് എക്സ്ട്രാ സ്റ്റീലാർ സെക്കൻഡറി ഗ്രോത്ത്. എക്സ്ട്രാ സ്റ്റീലാർ സെക്കൻഡറി ഗ്രോത്ത്. അപ്പോൾ ഒരു ഡൈക്കോട്ട് പ്ലാന്റില്, ഡൈക്കോട്ട് സ്റ്റമ്മിന്റെ സെക്കൻഡറി ഗ്രോത്ത് രണ്ട് രീതിയിലാണ് നടക്കുന്നത്. ഒന്ന് സ്റ്റീലാർ സെക്കൻഡറി ഗ്രോത്തും ഒന്ന് എക്സ്ട്രാ സ്റ്റീലാർ സെക്കൻഡറി ഗ്രോത്തും. നമുക്ക് സ്റ്റീലാർ സെക്കൻഡറി ഗ്രോത്തിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. അതെവിടെയാണ് സ്റ്റീലാർ സെക്കൻഡറി ഗ്രോത്ത്? വാസ്കുലർ ബണ്ടിൽസിന്റെ അകത്താന്ന് പറഞ്ഞു. വാസ്കുലർ ബണ്ടിൽ എന്ന് പറഞ്ഞാൽ സൈലവും ഫ്ലോയും ആണ്. സൈലത്തിന്റെ മുകളിലായിട്ടാണ് ഫ്ലോയം സ്ഥിതി ചെയ്യുന്നത്. ഇതിന്റെ ഇടയിൽ വരുന്ന ഒരു സ്ട്രിപ്സ് നമ്മൾ സ്കാമ്പിയം എന്ന് പറഞ്ഞു അല്ലെ, മെരിസ്റ്റമാറ്റിക് സെൽസ് ആണെന്ന് പറഞ്ഞു. ഇതിന്റെ സഹായത്തോടെയാണെന്ത് ഉള്ള ഡെവലപ്മെന്റ്, സെക്കൻഡറി ഗ്രോത്ത് ആണെന്ത് സ്റ്റീലാർ സെക്കൻഡറി ഗ്രോത്ത്. അതെങ്ങനെയാണ് നടക്കുന്നത്? വാസ്കുലർ ക്യാമ്പിയം. എന്താ വാസ്കുലർ ക്യാമ്പിയം? വാസ്കുലർ ബണ്ടിൽസിനകത്ത് വരുന്ന ക്യാമ്പിയം എന്താണ്? ശരിക്കും എന്താണ് ആ ക്യാമ്പിയം ചെയ്തത്? അതവിടെ കട്ടിങ്സ് നടത്തുകയാണ്. സൈലം സെൽസിനെയും ഫ്ലോയം സെൽസിനെയും കട്ട് ചെയ്തിട്ട് അതേ മൾട്ടിപ്പിൾ ചെയ്യണം. എന്താ? മെരിസ്റ്റമാറ്റിക് ലെയർ ദാറ്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ കട്ടിംഗ് ഓഫ് വാസ്കുലർ ടിഷ്യൂസ് ഓഫ് സൈലം ആൻഡ് ഫ്ലോയം. സൈലത്തിന്റെയും ഫ്ലോയത്തിന്റെയും ടിഷ്യൂസിനെ കട്ട് ചെയ്യണത് മെരിസ്റ്റമാറ്റിക് സെൽസ്. അതാണ് അവിടെ വാസ്കുലർ ക്യാമ്പിയം. വാസ്കുലർ ക്യാമ്പിയം എന്ന് പറഞ്ഞാൽ മെരിസ്റ്റമാറ്റിക് ലെയർ ആണ്. അതെന്താ ചെയ്യുന്നത്? ദാറ്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ കട്ടിംഗ് ഓഫ് വാസ്കുലർ ടിഷ്യൂസ് സൈലം ആൻഡ് ഫ്ലോയം. സൈലത്തിന്റെയും ഫ്ലോയത്തിന്റെയും ടിഷ്യൂസിനെ കട്ട് ചെയ്യുന്ന മെരിസ്റ്റമാറ്റിക് ലെയറിനെ പറയുന്ന പേരാണെന്ത്? വാസ്കുലർ ക്യാമ്പിയം. നെക്സ്റ്റ്, സെക്കൻഡറി ഗ്രോത്ത് ഇൻ ഡൈക്കോട്ട് സ്റ്റം ഇൻക്ലൂഡ്സ് ഇൻ 2 സ്റ്റെപ്സ്. ഈ സെക്കൻഡറി ഗ്രോത്ത്, സ്റ്റീലാർ സെക്കൻഡറി ഗ്രോത്ത് രണ്ട് സ്റ്റെപ്പിലായിട്ടാണ് നടക്കുന്നത്. ഫസ്റ്റ്, ഫോർമേഷൻ ഓഫ് ദ ക്യാമ്പിയൽ റിംഗ്. ആദ്യം എന്താണ്? ഫോർമേഷൻ ഓഫ് ദ ക്യാമ്പിയം റിംഗ് ആണ്. പിന്നെ ആ ക്യാമ്പിയം റിംഗിന്റെ ആക്ടിവിറ്റി, ദ ആക്ടിവിറ്റി ഓഫ് ദ ക്യാമ്പിയൽ റിംഗ്. എങ്ങനെയാണ് ക്യാമ്പിയൽ റിംഗ് ഉണ്ടാവുന്നത്? ആദ്യം നമ്മൾ പറഞ്ഞു വാസ്കുലർ ക്യാമ്പിയം എവിടെയാണ് ഉണ്ടാവുന്നത്? സൈലത്തിന്റെയും ഫ്ലോയത്തിന്റെയും ഇടയിൽ. സൈലത്തിന്റെയും ഫ്ലോയത്തിന്റെ ഇടയിൽ കാണുന്ന വാസ്കുലർ ക്യാമ്പിയം, അതിനെ പറയുന്ന പേരാണ് ഇൻട്രാഫെസിക്കുലർ ക്യാമ്പിയം. ഈ സൈലത്തിന്റെയും സൈലം വെസൽസിന്റെയും ഫ്ലോയത്തിന്റെയും ഇടയിൽ കാണുന്നതിന് പറയുന്നതാണ് ഇൻട്രാഫെസിക്കുലർ ക്യാമ്പിയം. പിന്നെ ദ സെൽസ് പ്രസന്റ് ബിറ്റ്വീൻ ദ പ്രൈമറി സൈലം ആൻഡ് പ്രൈമറി ഫ്ലോയം ആർ കോൾഡ് ഇൻട്രാഫെസിക്കുലർ ക്യാമ്പിയം. നെക്സ്റ്റ്, ദ സെൽസ് ഓഫ് ദ മെഡുലറി റേസ്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു മെഡുലറി റേസ് എവിടെ ഉണ്ടാവുക? രണ്ട് വാസ്കുലർ ബണ്ടിൽസിന്റെ ഇടയിലാണ് മെഡുലറി റേസ് ഉണ്ടാവുക. ആ മെഡുലറി റേസിന്റെ രണ്ട് അഡ്ജസന്റ് വാസ്കുലർ ബണ്ടിൽസിന്റെ വിത്ത് ഫെസിക്കുലർ ക്യാമ്പിയം, ഫെസിക്കുലർ ക്യാമ്പിയം ഉള്ള രണ്ട് അഡ്ജസന്റ് വാസ്കുലർ ബണ്ടിൽസിന്റെ ഇടയിലുള്ള മെരിസ്റ്റമാറ്റിക് ലെയർ ടു ഫോം എ ഇന്റർവെസിക്കുലർ ക്യാമ്പിയം. ഈ രണ്ട് വാസ്കുലർ ബണ്ടിൽസിന്റെ ഇടയിലാണ് മെഡുലറി റേസ് വരുന്നത്. ഇവിടെ വരുന്ന മെരിസ്റ്റമാറ്റിക് ലെയറിനെ പറയുന്ന പേരാണ് ഇന്റർവെസിക്കുലർ ക്യാമ്പിയം. ഇത് രണ്ടും കൂടി ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്തായി? ക്യാമ്പിയൽ റിംഗ് ആയി. ബോത്ത് ക്യാമ്പിയം യുണൈറ്റ്സ് ടു ഫോം എ ക്യാമ്പിയൽ റിംഗ്. ഇതിനകത്തുള്ള ക്യാമ്പിയവും ഇതിന് പുറത്തുള്ള ക്യാമ്പിയവും എന്നാൽ ഇൻട്രാവെസിക്കുലർ ക്യാമ്പിയവും ഇന്റർവെസിക്കുലർ ക്യാമ്പിയം കൂടി ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ, അത് രണ്ടും കൂടി ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ക്യാമ്പിയം റിംഗ് ആയി. അപ്പൊ നമ്മൾ സ്റ്റീലാർ സെക്കൻഡറി ഗ്രോത്ത് രണ്ട് സ്റ്റെപ്പിലാണ്. ഫസ്റ്റ്, ഫോർമേഷൻ ഓഫ് ദ ക്യാമ്പിയൽ റിംഗ്. അതാണ് ഇപ്പൊ ഇവിടെ പറഞ്ഞത് അല്ലെ. രണ്ട് വാസ്കുലർ ബണ്ടിൽസിന്റെ ഇടയിൽ ആദ്യം ക്യാമ്പിയം ഉണ്ടാവും. ആ ക്യാമ്പിയത്തിന് പറയുന്ന പേരാണ് ഇൻട്രാവെസിക്കുലർ ക്യാമ്പിയം. പിന്നെ രണ്ട് വാസ്കുലർ ബണ്ടിൽസിന്റെ ഇടയിൽ വരുന്ന
ആദ്യം സൈലത്തിന്റെ ഫ്ലോയത്തിന്റെ ഇടയിലിരുന്ന് പിന്നെ രണ്ട് ബണ്ടിൽസിന്റെ ഇടയിൽ വരുന്നതിനെ പറയുന്ന പേരാണ് ഇന്റർവെസിക്കുലർ കാമ്പിയം. ഇത് രണ്ടും കൂടി ജോയിന്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായി? കാമ്പിയം റിംഗ് ഫോം ആയി. ഇനി അടുത്തത് എന്താണ്? ദ ആക്ടിവിറ്റി ഓഫ് ദ കാമ്പിയൽ റിംഗ്. കാമ്പിയൽ റിംഗിന്റെ ആക്ടിവിറ്റി എന്താണ്? ഈ റിംഗ് ഫോം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെന്താണ്? അവിടെ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാണ്. ഇതാ ഇവിടെ ഒരു റിംഗ്, ഇതാണ് കാമ്പിയൽ റിംഗ്. ഈ ഡബിൾ ലെയർ ആയിട്ട് വരച്ചിട്ടാണ് കാമ്പിയൽ റിംഗ്. അത് ഉണ്ടായിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് പ്രൈമറി സൈലത്തിന്റെ അവിടെ നിന്നും മൾട്ടിപ്ലൈ ചെയ്ത് ഇവിടെ സെക്കൻഡറി സൈലം ഫോം ചെയ്യും. ഈ കാണുന്ന ഭാഗങ്ങളെല്ലാം സെക്കൻഡറി സൈലമാണ്. അതേപോലെ പ്രൈമറി ഫ്ലോയിൽ നിന്നും ഇവിടെ സെക്കൻഡറി ഫ്ലോയം ഫോം ചെയ്യും. സാധാരണ സെക്കൻഡറി സൈലമാണ് സെക്കൻഡറി ഫ്ലോയത്തിനേക്കാൾ കൂടുതൽ എമൗണ്ട് ഉണ്ടാവുന്നത്. നമുക്ക് നോക്കാം. കാമ്പിയൽ റിംഗ് കട്ട് ഓഫ് ദ സെൽസ് ടുവേർഡ്സ്. എന്താ ചെയ്യണത്? കാമ്പിയൽ റിംഗ് എന്താ ചെയ്യണത്? കട്ട് ഓഫ് ദ സെൽസ് ടുവേർഡ്സ് ഇൻവേർഡ്സ് ആൻഡ് ടുവേർഡ്സ് ഔട്ട്വേർഡ്സ്. ഈ കാമ്പിയൽ റിംഗ് ഇതിനകത്ത് സെൽസിനെ കട്ട് ഓഫ് ചെയ്യും. അകത്തോട്ടും കട്ട് ചെയ്യും, പുറത്തോട്ടും കട്ട് ചെയ്യും. അകത്തോട്ട് കട്ട് ചെയ്യുന്നത് എന്തായിട്ട് മാറും? സെക്കൻഡറി സൈലം ആയിട്ട് മാറും. പുറത്തോട്ട് കട്ട് ചെയ്യുന്നത് എന്തായിട്ട് മാറും? സെക്കൻഡറി ഫ്ലോയം ആയിട്ട് മാറും. The cells formed inner side is the secondary xylem and the cell from the outer side is the secondary phloem. പിന്നെ the amount of the secondary xylem is the more compared to the secondary phloem. സെക്കൻഡറി ഫ്ലോയത്തിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ സെക്കൻഡറി സൈലം ആണ് ഏറ്റവും കൂടുതലുള്ളത്. The amount of the secondary xylem produced greater than the secondary phloem. പിന്നെ പ്രൈമറി ആൻഡ് സെക്കൻഡറി ഫ്ലോയം, പ്രൈമറി സെക്കൻഡറി ഫ്ലോയവും ഗ്രാജുവലി ക്രഷ് ചെയ്യും ഡ്യൂ ടു ദ അക്യുമുലേഷൻ ഓഫ് ദ സെക്കൻഡറി സൈലം. സെക്കൻഡറി സൈലത്തിന്റെ പ്രസൻസ് കൊണ്ട് ഗ്രാജുവലി അത് ക്രഷ് ആയി പോകും, പൊടിഞ്ഞു പോകും. എന്ത്? സെക്കൻഡറി ഫ്ലോയവും അതേപോലെ തന്നെ പ്രൈമറി ഫ്ലോയവും. പ്രൈമറി ആൻഡ് സെക്കൻഡറി ഫ്ലോയം ഗെറ്റ് ഗ്രാജുവലി ക്രഷ്ഡ് ഡ്യൂ ടു ദ അക്യുമുലേഷൻ ഓഫ് ദ സെക്കൻഡറി സൈലം. പിന്നെ എന്താ പറയുന്നത്? പിന്നെ ഈ കാമ്പിയൽ റിംഗിന്റെ അവിടെ കാമ്പിയംസ് ഫോംസ് നാരോ ബാൻഡ് ഓഫ് പാരൻകൈമ സെൽസ്. ഈ കാമ്പിയത്തിലെ നാരോ ബാൻഡ് ഓഫ് പാരൻകൈമ സെൽസ് പാസിംഗ് ത്രൂ സെക്കൻഡറി സൈലം ആൻഡ് ഫ്ലോയം. സെക്കൻഡറി ഫ്ലോയത്തിൽ നിന്നും സെക്കൻഡറി സൈലത്തിൽ നിന്നും പാസ് ചെയ്യുന്ന നാരോ പാരൻകൈമാറ്റസ് സെൽസ് വരും. ആ ഇലോങ്ങേറ്റഡ് സെൽസിനെ പറയുന്ന പേരാണ് സെക്കൻഡറി മെഡുലറി റേ. സെക്കൻഡറി മെഡുലറി റേ. ഇത്രയാണ് നമുക്ക് സ്റ്റീലർ സെക്കൻഡറി ഗ്രോത്തിനെ കുറിച്ച് പറയാനുള്ളത്. നമ്മൾ ആദ്യം പറഞ്ഞു സെക്കൻഡറി ഗ്രോത്ത് എന്ന് പറഞ്ഞത് അതിന്റെ ലാറ്ററൽ മെരിസ്റ്റം അല്ലെങ്കിൽ കോർക്ക് കാമ്പിയം എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നത്? രണ്ട് രീതിയിലാണ് ഉണ്ടാവുന്നത്. ഒന്ന് സ്റ്റീലർ സെക്കൻഡറി ഗ്രോത്തും ഒന്ന് എക്സ്ട്രാ സ്റ്റീലർ സെക്കൻഡറി ഗ്രോത്തും. സ്റ്റീലർ സെക്കൻഡറി ഗ്രോത്തിനെ പറയുകയാണെങ്കിൽ അവിടെ എന്താണ്? ദ പ്രസൻസ് ഓഫ് ദ കാമ്പിയം, വാസ്കുലർ കാമ്പിയം എന്ന് പറയുന്നത് ദ കട്ടിംഗ് ഓഫ് സൈലം ആൻഡ് ഫ്ലോയം സെൽസ്. അങ്ങനെ ഉണ്ടാവുന്നതാണ് എന്ത്? വാസ്കുലർ കാമ്പിയം. അവിടെ മെരിസ്റ്റമാറ്റിക് ലെയർ ഉണ്ടാവുകയാണ് കട്ട് ചെയ്തിട്ട്. സൈലം വെസൽസിനെയും ഫ്ലോയം വെസൽസിനെയും കട്ട് ചെയ്യുന്ന മെരിസ്റ്റമാറ്റിക് ലെയറിനെ പറയുന്ന പേരാണിത് വാസ്കുലർ കാമ്പിയം. അതിനകത്ത് ഈ രണ്ട് സൈലത്തിന്റെ ഫ്ലോയത്തിന്റെ ഇടയിൽ വരുന്ന വാസ്കുലർ കാമ്പിയത്തിന് പറയുന്ന പേരാണ് ഇൻട്രാവെസിക്കുലർ കാമ്പിയം. രണ്ട് ബണ്ടിൽസിന്റെ ഇടയിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ മെഡുലറി റേ റീജിയനിൽ മെഡുലറി റേയുടെ ഭാഗത്ത് കാണുന്ന മെരിസ്റ്റമാറ്റിക് ലെയറിനെ പറയുന്ന പേരാണ് അല്ലെങ്കിൽ കാമ്പിയത്തിനെ പറയുന്ന പേരാണ് ഇന്റർവെസിക്കുലർ കാമ്പിയം. ഇത് രണ്ടും കൂടി ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ എന്തായി? കാമ്പിയൽ റിംഗ് ആയി. ഇതാണ് ഇതിലെ ഫസ്റ്റ് സ്റ്റെപ്പ്, ഫോർമേഷൻ ഓഫ് ദ കാമ്പിയൽ റിംഗ്. നെക്സ്റ്റ് അതിന്റെ ആക്ടിവിറ്റി എന്താണ് കാമ്പിയൽ റിംഗ് ചെയ്യുന്നത്? അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളോട്ടും പുറത്തോട്ടും സെൽസിനെ ഡിവൈഡ് ചെയ്തുകൊണ്ടിരിക്കണം, കട്ട് ചെയ്തുകൊണ്ടിരിക്കണം. കാമ്പിയൽ റിംഗ് കട്ട് ഓഫ് ദ സെൽസ് ടുവേർഡ്സ് ഇന്നർ സൈഡ് ആൻഡ് ഔട്ടർ സൈഡ്. ഇന്നർ സൈഡിലേക്ക് കട്ട് ചെയ്യുന്നത് എന്തായിട്ട് മാറും? സെക്കൻഡറി സൈലായിട്ട് മാറും. ഔട്ടർ സൈഡിലേക്കാണെങ്കിലും സെക്കൻഡറി ഫ്ലോയ് ആയിട്ട് മാറും. സെക്കൻഡറി സൈലം ആണ് കൂടുതൽ എമൗണ്ട് വരിക സെക്കൻഡറി ഫ്ലോയത്തിന് അപേക്ഷിച്ചിട്ട്. പിന്നെ സെക്കൻഡറി സൈലത്തിന്റെ പ്രസൻസ് കൊണ്ട് അക്യുമുലേഷൻ കാരണം പ്രൈമറി ആൻഡ് സെക്കൻഡറി ഫ്ലോയം എന്തായി മാറും? ക്രഷ് ചെയ്ത് പോകും. പിന്നെ ഉണ്ടാവുന്നത് സെക്കൻഡറി ഫ്ലോയത്തിന്റെയും സൈലത്തിന്റെയും ഇടയിൽ അല്ലെങ്കിൽ ഓരോ വാസ്കുലർ ബണ്ടിൽസിന്റെ ഇടയിൽ കാമ്പിയം ഫോംസ് എ നാരോ ബാൻഡ്സ്. എന്തുണ്ടാവുക? പാരൻകൈമ പാസിംഗ് ത്രൂ സെക്കൻഡറി സൈലം ആൻഡ് സെക്കൻഡറി ഫ്ലോയം. അതിനെ പറയുന്ന പേരാണ് മെഡുലറി സെക്കൻഡറി റേസ്. സെക്കൻഡറി മെഡുലറി റേസ് എന്നാണ് അതിനെ പറയുക. താങ്ക് യു.